കത്തുപാട്ടിനെ കുയ്യിക്കെടുക്കുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടൊരു കത്തുപാട്ടൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ആളുകളെയും കൂട്ടിയിട്ടാണ് കേട്ടോ, ഇൻമേറ്റ്സിനെയും നമ്മളിവിടുത്തെ സ്റ്റാഫുകളെ എല്ലാവരെയും കൂടിയിട്ടാണ് സെൽവ ഹോം കെയറിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടോ. നല്ല ഒരുപാട് ആളുകൾ നമ്മളിവിടുത്തെ സ്റ്റുഡൻസ് മാത്രമാണ് ഉണ്ടാക്കിയത്, പക്ഷേ നമ്മളിതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ. അപ്പോഴാണ് മൗലാന ഹോസ്പിറ്റലിൽ കുറച്ച് സ്റ്റുഡൻസ് വന്നത്. അപ്പോൾ ഓരും അതിൽ പങ്കാളികളാക്കി. ഏകദേശം ഒരു 100 ആളുകൾ, സ്റ്റുഡൻസ് അടക്കം അതിലേറെ ഉണ്ട്. പക്ഷേ അവർക്ക് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ടില്ല. ചെന്നാൽ പോലും ഓരോ നമ്മളിതിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആദ്യം നമ്മൾ കൊടുത്തത് നമ്മൾ ഇൻമേറ്റ്സിനാണ് കേട്ടോ. ഓരത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മസാലകളൊക്കെ ഇട്ടത്. അവർക്ക് ഈ ഫ്രൂട്ട്സ് ആയിട്ട് മാത്രം കൊടുത്തു എന്നേ ഉള്ളൂ. ഒരു ഫുഡിൻ്റെ ടൈമിലാണ് നമ്മൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായത്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഇതാ അങ്ങനെ കപ്പിലാക്കിയിട്ട് ഓരോ ഫുഡ് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്താണ് നമ്മൾ ശരിയാക്കിയത്. ഇന്ന് മറ്റേ മൗലാന ഹോസ്പിറ്റലിൽ മക്കളുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടൈം ലാഗിങ്ങൊക്കെ വന്നു. പിന്നെ നമ്മൾ സെറ്റാക്കി സാറിനെയും കിട്ടിയില്ല. ഇല വെട്ടിക്കൊണ്ടുവരലും മസാല വയ്ക്കലൊക്കെ സാറിൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ സാറിന് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടോ. നമ്മളെ ക്ലാസ്സിലാകലൊരു അന്തരിയാണ്. അപ്പോൾ ഏതാണെങ്കിലും സംഗതി അടിപൊളിയായി. പിന്നെ ഓരും കഴിച്ചു, എല്ലാവരും ഇതിലെ കൂട്ടത്തിൽ കൂടിയിട്ടോ കണ്ടോ. അപ്പോൾ സാറിന് ഒരു വെട്ടിയപ്പോൾ സാറ് വന്ന് ഇലയൊക്കെ വെട്ടി തന്ന് പോയി. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പരിപാടി കഴിച്ചിട്ടോ. സാറോട് ഒരു ഇല വെട്ടാൻ പറഞ്ഞപ്പോൾ ഒരു വായന തന്നെ അങ്ങോട്ട് ഇളക്കി മുറിച്ചിട്ടു മൂപ്പര്. എന്താണെങ്കിലും മൂപ്പര് ഇതൊക്കെ കിട്ടിയത് വളരെയധികം സന്തോഷമായിട്ട് നമുക്ക്. ഇതാ അപ്പം നമ്മളിവിടുത്തെ ചങ്കാളിങ്ങനെ ഫുഡ് കഴിക്കാനുണ്ടോ. കാരണം ഇന്ന് അവർക്ക് നല്ല അടിപൊളി സാമ്പാറും മുട്ടയും മുട്ട വറുത്തതും മറ്റേ ഇതെന്താണ് ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. ക്ലിയറുമില്ല. ചോറ് കഴിച്ചോ നിങ്ങൾ? ഇങ്ങോട്ട് കൊടുന്നാ നിൽക്കുക, ഇങ്ങോട്ട് കൊടുന്നോ. അടിപൊളി തിന്നോളൂ. കൈ കൊണ്ട് ഓരോന്ന് എടുത്ത് തിന്നോളിട്ടാ, അങ്ങനെ എടുത്ത് തിന്നോളൂ. അങ്ങനെ ഞാൻ ഈ 4, 3, 7 ഫ്രൂട്ട്സ് തിന്നതോടുകൂടി നമ്മുടെ കത്തുപാട്ട് ഇവിടെ അവസാനിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്.